ഈ ജബീസ് ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു 10 മുറിയുള്ള ഒരു ലോഡ്ജാണത്. ആക്ച്വലി അത് ഹോട്ടലാണത്. ജബീസ് ഹോട്ടൽ എന്നുള്ള പേരാണ്. അതിനകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചിരുന്നില്ല. അത് ഈ കാലഘട്ടത്തിലാണ് ഞാനൊരു ഫ്ലവർ ഷോപ്പിൽ ഇങ്ങനെ ചുമ്മാ ഒരു പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് പോകുന്നത്. അത് ഹോട്ടൽ 2ആയി. മൂന്നാമത് എൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്, ഞങ്ങൾ ആദ്യം ഒരു റൂമിൽ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ബിസിനസ്സുകാർക്ക് എപ്പോഴും അതുപോലെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഓർഗനൈസിങ് പവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാഞ്ഞങ്ങാടുള്ള കുറച്ച് ഒരു റൂമിൽ ഒരു കൈരളി എന്നുള്ള ഒരു അസോസിയേഷൻ രൂപീകരിക്കാനായിട്ട് ഇങ്ങനെ പദ്ധതി ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു കൂടി അതിങ്ങനെ ആവണം, അങ്ങനെ ആവണം. അന്നേരം ഈ ജബീസ് അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ ഞാനൊരു കേർട്ടനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഓഫീസൊക്കെ ആക്കി. അത് ആക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ വിസ അടിക്കുന്നതിൻ്റെ പ്രോബ്ലംസ് വന്നിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6-8 മാസത്തോളം അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഈ ഹോട്ടലിൽ തന്നെ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. പിന്നെ വിസയുടെ പ്രോസസ്സും അത്, കാരണം അവിടുത്തെ ഹോട്ടലിൽ അന്നത്തെ നിയമങ്ങൾ വളരെ കർക്കശമായിരുന്നു. ട്രാൻസ്ഫറിനൊക്കെ ഒത്തിരി പുറത്ത് പോകണം, നാട്ടിൽ പോകണം, അങ്ങനെ പല കാര്യം. അതിന് വെച്ച് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടായി, അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ. അതിനെയൊക്കെ തരണം ചെയ്ത് ഞാൻ വീണ്ടും ഇന്ത്യയിൽ നിന്ന് വരികയാണ്. ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴുന്ന സമയത്ത് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ഒരു കപ്പലിലായിരുന്നു. ആദ്യം ഞാൻ ഫ്ലൈറ്റിൽ വന്നു, രണ്ടാമത് ബോംബെയിൽ വന്നൊരു കപ്പലിലായിരുന്നു. അതൊരു രസകരമായ സംഭവമായിരുന്നു. 3 ദിവസം കണ്ട് കപ്പലിൽ സെർവ് ചെയ്ത് പർദുബയിൽ വന്നിറങ്ങുന്നത്, അതിലിരുന്നിട്ടുള്ള എഴുത്തുകളും. അപ്പോൾ ഞാൻ കുറേ എഴുതിയായിരുന്നു. അങ്ങനെ ആ എഴുതലും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 10-20 വയസ്സിനുള്ളിൽ ഒരുപാട് ജീവിതത്തിലെ ബുദ്ധിമുട്ട് കണ്ട്, അപ്പോൾ അതും അനുഭവിക്കേണ്ടായിരുന്നത്. അങ്ങനെ പുതിയ വിസയിൽ വന്നു. ഈ പുതിയ വിസയിൽ വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ബോംബെയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടെ ഒരു അതിഭീകരമായിട്ടുള്ള, എന്താ പറയുക, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു ജീവിതാവസ്ഥ. ഒരു ചെറിയ റൂമിൽ കുറേ പേര് താമസിക്കാം. അത് മണ്ണുകൊണ്ടുള്ള വീട്, ഒരു മലയുടെ മുകളിലുണ്ടാക്കുക, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. അതിൻ്റെ ചുറ്റും ബ്ലഡ് കൊടുത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ, ഇവരെയൊക്കെ കാണാനും. പിന്നെ കുഞ്ഞുമോൻ ഒരു ചായക്കടയിൽ, ആ ചായക്കടയുടെ മുകളിൽ താമസിക്കുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കഴിഞ്ഞു. ആ ബോംബെയിലെ ജീവിതം എന്ന് പറയണത് ശരിക്കും ശരിയാണ്. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറും അവിടെ വന്നു, കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തു. ഞാനും കുറച്ച് നാൾ ജോലി ചെയ്തു. അപ്പോൾ അമ്മ വന്നു. അമ്മ എങ്ങനെയാണ്, അമ്മയ്ക്ക് അവിടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണത്. അപ്പം ബോംബെയിൽ ഇങ്ങനെ കുറേ നാളത്തേക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ഏറ്റവും എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചത്, ഈ ബ്ലഡ് കൊടുത്ത് രാത്രി അവർ വന്ന് കുടിക്കും. ഈ കുടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ പകൽ ബ്ലഡ് കൊടുക്കും. രാത്രി അടിപിടി ബഹളം, ഫാമിലി. ഒരു മലയുടെ മുകളിലാണത്, താന എന്ന് പറയുന്ന സ്ഥലത്ത്. അതൊരു വല്ലാതൊരു ഹോണ്ടിങ് ആയിരുന്നു, ഒരു മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലിക്കും. പക്ഷെ ഒന്ന് ഓർക്കേണ്ടത്, ഈ 20-21 വയസ്സിൽ ഞാൻ ഇതൊക്കെ തരണം ചെയ്യുന്നുള്ളതാണത്. അത് ബിസിനസ്സിലേക്കുള്ള ഒരു സ്ട്രെങ്ത്, മനുഷ്യനെ മനസ്സിലേക്കൊരു മനസ്സുകൊണ്ട് സ്ട്രെങ്ത് ആകേണ്ടത്. കാരണം നമുക്ക് നമ്മുടെ ബാക്ക് ഫാമിലി ഉണ്ട്. ഈ ഫാമിലിനെ എല്ലാവരും നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ തലയിലുണ്ട്. അപ്പം ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ബുദ്ധിമുട്ടല്ലാതായി മാറും. ഇതാണ് അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ. അത് ശരിക്കും ഇന്നത്തെ യുവതയ്ക്ക് ഇതില്ലാതെ പോകുന്നതും അതാണ്. കാരണം അവർക്ക് അവരുടേതായ ലൈഫ്. നമുക്കന്ന് അങ്ങനെയല്ല. അന്ന് നമ്മളുടെ ബാക്കപ്പ്, നമ്മൾ പുറകിലെ വരുന്നവരുടെ ലൈഫായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ആ കഥകൾ, ഇനി അടുത്ത കഥകൾ ഞാൻ പറയാം. അതുവരെ ബായ്.